ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ളൊരു റിപ്പോർട്ട്, റഷ്യയെ വളയാനുള്ള പദ്ധതിയിട്ട് അമേരിക്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. യുക്രൈന് മാരകമായിട്ടുള്ള മിസൈലുകളാണ് ഇതേ തുടർന്ന് അമേരിക്ക നൽകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം തടയുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ യുദ്ധം നിർത്താൻ അദ്ദേഹം ഇരുപക്ഷവുമായും പലതവണ കൂടിക്കാഴ്ചകളും ഫോൺ സംഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ യുദ്ധം നിർത്തുന്നതിൽ വലിയ പരാജയമാണ് ട്രംപിനുണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ട്രംപ് റഷ്യയോടുള്ള തന്റെ നയം മാറ്റിയിരിക്കുകയാണ്. 150 ഡിഗ്രി മാറിയ ട്രംപിന്റെ പുതിയ നിയമമനുസരിച്ച് കീവിന് റഷ്യയ്ക്കുള്ളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന തരത്തിൽ യുക്രൈനും മാരകമായിട്ടുള്ള ടോമഹോക്ക് മിസൈലുകൾ നൽകുന്നതിനെ കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയത്തെക്കുറിച്ച് JD വാൻസ് അടുത്തിടെ ഒരു വാർത്താ ചാനലിൽ സംസാരിച്ചു. ട്രംപ് ഭരണകൂടം യുക്രൈന് ടോമഹോക്ക് മിസൈലുകൾ നൽകുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഇപ്പോൾ JD വാൻസ് പറയുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപ് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ വലിയ തീരുമാനമെടുക്കും. ഈ പ്രസ്താവന ഇത്ര പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ പ്രസ്താവനയും അതിന് കാരണമെന്ന് പറയുന്നത് അതേ ദിവസം തന്നെ ട്രംപിന്റെ യുക്രൈനിലെ അംബാസിഡർ കീത്ത് കെല്ലോ റഷ്യയുടെ ഉള്ളിൽ ആഴത്തിൽ ആക്രമിക്കാൻ യുക്രൈൻ അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നതായി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും യുക്രൈൻ റഷ്യയ്ക്കുള്ളിൽ വലിയ ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമേരിക്കയായിരിക്കും. കാരണം നാറ്റോ ഇപ്പോൾ മറ്റൊരു വലിയ നീക്കമാണ് ഈ സൈഡിൽ നടത്തുന്നത്. നാറ്റോ റഷ്യയെ വളയാനായി ഇപ്പോൾ ഡ്രോൺ മതിൽ തീർക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് JD വാൻസിൻ്റെയും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പൊതു പ്രസ്താവനകളെ പരാമർശിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൻ്റെ ചിന്തയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളെ പരാമർശിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല ആൾക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇത് വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പരിണമിക്കും, ഇങ്ങനെയല്ല അമേരിക്ക ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ട്രംപിൻ്റെ സംഘം ടോമഹോക്ക് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. 1.5 മാസം മുമ്പുള്ള ട്രംപിൻ്റെ നീക്കത്തിന് ഇത് തികച്ചും വ്യത്യസ്തമാണ്. 43 ദിവസം മുമ്പ് ഓഗസ്റ്റ് 16 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അലാസ്കയിൽ സ്വാഗതം ചെയ്യാൻ ചുവന്ന പരവതാനി വിധിച്ച വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. 2500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള US നാവികസേനയുടെ സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ഇപ്പോൾ ട്രംപ് യുക്രൈന് നൽകുന്നത്. അതായത് കീവിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം മോസ്കോ ഉൾപ്പെടെ നിരവധി റഷ്യൻ നഗരങ്ങളിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിനു കഴിയും. 480 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർ ഹെഡ് വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. കപ്പലുകൾ, അന്തർവാഹിനികൾ, ലാൻഡ് ലോഞ്ചറുകൾ എന്നിവയിൽ നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. കൂടാതെ 1000 മൈൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാനും ഇതിന് കഴിയും. താഴ്ന്ന ഉയരത്തിൽ പറന്ന് ശത്രു റഡാറുകളെ ഒഴിവാക്കാനും ഈ മിസൈലിന് കഴിയുമെന്നുള്ളതാണ് ഇതിനെ വലിയ രീതിയിൽ അപകടകാരിയാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.